അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്യാനുള്ള അപ്പീൽ സൗദിയിലെ റിയാദിലുള്ള കോടതി ഫയലിൽ സ്വീകരിച്ചു. ദിയാദനം നൽകാൻ കുടുംബവുമായി ധാരണയായ വിവരം അറിയിച്ചും വധശിക്ഷ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുമാണ് ഹർജി. സൗദി ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിക്ക് നൽകിയതിനു ശേഷമായിരിക്കും കോടതി ഉത്തരവുണ്ടാക്കുക. റഹീമിന്റെ മോചനത്തിനുള്ള പണം സൗദിയിലെത്തിക്കാനുള്ള ശ്രമവും ഊർജിതമാണ്. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരിയും റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദിഖ് തുപ്പൂരുമാണ് റഹീമിന്റെ മോചനത്തിനായുള്ള ഹർജി കോടതിയിൽ സ്വീകരിച്ചത് അറിയിച്ചത്. പ്രതിഭാഗം വക്കീലും ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി കോടതിയുടെ മറുപടിക്കായുള്ള കാത്തിരിപ്പാണ്. സൗദി ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിക്ക് കൈമാറും. ഇതിനു ശേഷമായിരിക്കും കോടതിയുടെ ഉത്തരവുണ്ടാവുക. ദിയാദനം നൽകാനുള്ള കുടുംബത്തിന്റെ സമ്മതത്തിന് അംഗീകാരം നൽകുകയാണ് ആദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി. തുടർന്ന് വധശിക്ഷ റദ്ദ് ചെയ്തുള്ള ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വധശിക്ഷ റദ്ദ് ചെയ്തുള്ള ഉത്തരവ് വന്നാൽ അത് സുപ്രീം കോടതി ശരിവെക്കുകയും വേണം. ഇതിനെല്ലാം ശേഷമായിരിക്കും ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുക. ഇന്ത്യയിൽ നിന്ന് സമാഹരിച്ച തുക സൗദിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും ഊർജിതമാക്കിയിട്ടുണ്ട്. പണം സൗദിയിലെത്തിക്കാൻ ഇന്ത്യൻ എംബസിയാണ് സഹായിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാലുടൻ പണം അയക്കാനുള്ള ക്രമീകരണങ്ങളും അനുമതിയും അതിവേഗം പൂർത്തിയാക്കാൻ നാട്ടിലെ ബാങ്കുകളോട് ആവശ്യപ്പെട്ടതായി റഹീം സഹായ സമിതി രക്ഷാധികാരി അഷ്റഫ് വെങ്ങാട്ടും അറിയിച്ചു. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.